എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബീഫും കായും വരട്ടിയതിൻ്റെ നല്ലൊരു റെസിപ്പിയായിട്ടാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബീഫിന് പകരം നിങ്ങൾക്ക് പോർക്കും എടുക്കാവുന്നതാണ്. നമ്മുടെ പോർക്ക് റോസ്റ്റിൻ്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബീഫിലാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ബീഫാണ്. കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് ഈ റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ഉപ്പും, പിന്നെ നമ്മൾ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയുടെ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഓരോ സ്ഥലത്തെ ബീഫിനും പല വേവാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേവാനായിട്ട് വെക്കുക. ആദ്യം ഒരു 4-5 വിസിൽ വേവിക്കാനായിട്ട് വെക്കുക. അതിനുശേഷം വെന്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വേവിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് വേവിക്കുമ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കണമെന്നില്ല. ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുപോലെ തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും ബീഫും ഒക്കെ വേവിക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ ആകണ്ട, എന്നാൽ കുറച്ചൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുകയും വേണം. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് നമ്മൾ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലി, മുളകൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-3.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഒരുപാട് എരിവ് കാണില്ല, നല്ലൊരു കളറായിരിക്കും. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് കുറവാണ് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ. ഇതിലേക്ക് പിന്നെ കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്നിളക്കിയിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ തീയലിനൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേസമയം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് മസാലയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ബീഫ് മസാലയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത്, 2 സവാള, ഒരു കുടം വെളുത്തുള്ളി, ഒരു മീഡിയം പീസ് ഇഞ്ചി, 6 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കായാണ്, നേന്ത്രക്കായാണ് വേണ്ടത്. അപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞ് എടുക്കാം. തൊലി മുഴുവനായിട്ട് ഞാനിവിടെ കളയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കളഞ്ഞിട്ടും അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് വേവൊക്കെ ഉള്ള കായാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളായിട്ട് അരിയുക. നമ്മൾ ഇതേ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് തേങ്ങ ഇട്ട് മൂപ്പിക്കാം. തേങ്ങാക്കൊത്ത് ബീഫിലും പോർക്കിലും ഒക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കുക. നമ്മൾ കടുവൊന്നും വറക്കുന്നില്ല ഇന്ന്. തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം, അതിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ബീഫ് ഒരുപാടങ്ങ് വേവിച്ചിട്ടില്ല, ഒരു 3/4 വേവാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കാരണം ബാക്കി വേവിനി നമ്മൾ കായും കൂടി ഇട്ടതിന് ശേഷം വേവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മസാല പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക, കാരണം കാ വേവാനായിട്ട് കുറച്ച് വെള്ളം വേണം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കായും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാ വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതീയിലിട്ടത് വേവിക്കാം. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ കായിൽ ബീഫിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ആ ഒരു കുക്കറിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിലിട്ട് കാ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇത് കറി പോലെ ആക്കി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് നന്നായിട്ട് വരട്ടിയിട്ടും എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കായൊക്കെ ഏകദേശം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അവസാനം കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ നമ്മൾ ഈ ബീഫും കായും വെക്കുമ്പം ഇതിലേക്ക് അവസാനം കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പോൾ ഒന്നുകൂടെ വഴറ്റിയിട്ട് എടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈസ്റ്ററിന് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ബീഫും കായും കൂടെ ഇട്ടിട്ടുള്ള ഈ റെസിപ്പി. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഒരുപാട് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്